അതെ, VT ബൽറാം ഒരു പോസ്റ്റ് പോലും ഇട്ട് കഴിഞ്ഞു. പാലക്കാട് രാഹുൽ തന്നെ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി പാലക്കാട്ടെ പുതിയ MLA ആവുന്ന രാഹുലിന് ഹാർദമായ അഭിനന്ദനങ്ങൾ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത്രയും ലീഡ് വന്നാൽ ഇനിയിപ്പോൾ പിന്നോട്ട് പോക്കില്ല. ഇല്ല, ഇത് കൃത്യമാണ്. ഇത് പാലക്കാട് പറഞ്ഞ രാഷ്ട്രീയം എന്തായിരുന്നു എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ 1418 ലീഡ് നിലനിർത്താൻ കഴിഞ്ഞാൽ ഇനി വരുന്ന റൗണ്ടുകളിൽ അത് ഉയരുമെന്ന് ഉറപ്പാണ്. വിരായിരി വലിയ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്താണ് UDF-ന്. സ്വാഭാവികമായും ഈ ട്രെൻഡിൽ അത് ഉയരാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ UDF അവകാശപ്പെടുന്ന ഭൂരിപക്ഷത്തിലേക്ക് തന്നെ എത്തും എന്ന ട്രെൻഡ് സൂചനകൾ പുറത്തു വരുന്നു എന്നതാണ് ചിത്രം. അങ്ങനെ 3-4 റൗണ്ടുകളിലെ മുന്നേറ്റത്തോടുകൂടി ആദ്യ 2 റൗണ്ടിൽ C. കൃഷ്ണകുമാറാണ് ലീഡ് ചെയ്തിരുന്നതെങ്കിൽ 3-4 റൗണ്ടുകളിലെ ലീഡോടുകൂടി ഇത് ട്രോളി ബാഗുമായിട്ടുള്ള പ്രകടനം UDF പ്രവർത്തകർ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. 4 റൗണ്ട് 14 റൗണ്ടിൽ 4 റൗണ്ടായപ്പോൾ തന്നെ UDF വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിൽ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ അതിനിർണായകമായ കാര്യം. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1418 എന്ന നിർണായക ലീഡ്, ഈ ലീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. 5ാം റൗണ്ട് ആകുമ്പോൾ ലീഡ് ഉയർത്തിയാൽ അല്ലേ പിന്നെ അവിടെ ഒരു സംശയത്തിനും ഇടയില്ല. അതെ, അതാണ് ചിത്രം. എന്തായാലും അവിടെ മുന്നേറ്റം പ്രകടമാണ്. UDF-ന്റെ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്ന് അവർക്ക് നോക്കുക, വെറും 3 റൗണ്ട് പിന്നിട്ടപ്പോൾ തന്നെ വിജയം സുരക്ഷിതമെന്ന് നിശ്ചയിക്കുന്നു UDF ക്യാമ്പ്. കാരണം മണ്ഡലത്തിന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് നഗരമേഖലകളുടെ ചിത്രം ഇങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾക്ക് വലിയ വിജയം, ഇതാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളും അങ്ങനെയാണ്. പാലക്കാടിന്റെ നഗരമേഖലകൾ UDF പ്രവർത്തകർ കീഴടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിവാദമായിരുന്നു നീല ട്രോളി ബാഗും ഉയർത്തിക്കൊണ്ടുള്ള പ്രകടനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ആഘോഷിക്കുന്ന UDF-ന്റെ പ്രവർത്തകർ. സരിന് ഒരു ഘട്ടത്തിൽ പോലും മുന്നിലെത്താൻ കഴിഞ്ഞില്ല. ഏതാനും ബൂത്തുകളിൽ മാത്രം ഏതാനും വോട്ടുകളുടെ ലീഡ് നേടാൻ മാത്രം സരിന് കഴിഞ്ഞപ്പോൾ നഗരസഭയിൽ തേരോട്ടം നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 3-4 റൗണ്ടുകളിൽ മേധാവിത്വം. അങ്ങനെ 1418 വോട്ടുകളുടെ ലീഡ്. 4ാമത്തെ റൗണ്ടിൽ 230 വോട്ടുകളുടെ ലീഡ് നേടി. അതിനു മുൻപ് 3ാം റൗണ്ടിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 2ാം റൗണ്ടിലെ ലീഡ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് C. കൃഷ്ണകുമാറിന്. ഇപ്പോൾ 1418 എന്ന നിർണായകമായ ലീഡ് നേടിയിരിക്കുന്നു. 5ാം റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ വലിയ ലീഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പാലക്കാടിന്റെ രാഷ്ട്രീയമാണ്. അതെ, തീർച്ചയായിട്ടും പാലക്കാടിന്റെ മണ്ഡല സ്വഭാവം അതാണ്. നഗരസഭാ മേഖലകളിൽ ഒരു കക്ഷിയെ മാത്രം പിന്തുണയ്ക്കുമ്പോൾ ഗ്രാമമേഖലകളിലേക്ക് മറ്റു കക്ഷികൾക്ക് പിന്തുണ നൽകും. ഇത് പാലക്കാട് വർഷങ്ങളായി പറഞ്ഞു വരുന്ന രാഷ്ട്രീയമാണ്. പക്ഷേ ഇത്തവണ സംഭവിക്കുന്നത് നഗരമേഖലകൾ തന്നെ മറ്റൊരു കക്ഷിയെ പിന്തുണയ്ക്കുന്ന UDF കടന്നു വരുന്നു. UDF പ്രവർത്തകരുടെ ആവേശം, മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളും കൊടിതോരണങ്ങളും ഒക്കെയായി UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. UDF-ന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും ഇത്, ഈ ആഹ്ലാദ പ്രകടനം. ഇനി അങ്ങോട്ട് പാലക്കാട് കാണാൻ പോകുന്നത്, നേരത്തെ തന്നെ ഈ വിജയഗാനം തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് വോട്ടെണ്ണൽ തുടങ്ങിയത്. പക്ഷേ അതിനെതിരെ പരിഹാസം വന്നിരുന്നു. അതുകൊണ്ട് അതിന്റെ ഔദ്യോഗിക റിലീസിൽ മാറ്റിവെച്ചിരുന്നു. പക്ഷേ അത് സോഷ്യൽ മീഡിയയിലൂടെ ആ ഗാനം കേൾപ്പിച്ചിരുന്നു. എന്തായാലും അതിപ്പോൾ ഉച്ചത്തിൽ കേൾക്കാൻ പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ പാലക്കാടിന്റെ അല്ലേ? അതെ, ഞങ്ങൾ ഔദ്യോഗികമായ ഒരു ഗാനവും പുറത്തിറക്കിയില്ലെന്ന് രാഹുൽ പറഞ്ഞു. പക്ഷേ ഇനി അദ്ദേഹത്തിന് അവകാശപ്പെടാം, അത് ഞങ്ങളുടെ ഗാനം തന്നെയാണ്. കാരണം വിജയം വലിയ വിജയമായിരിക്കുമെന്ന് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നഗരമേഖലകളിൽ, പാലക്കാടിന്റെ നഗരമേഖലകളിൽ തന്നെ വലിയ മുന്നേറ്റമായി. മഞ്ജുഷ്, എന്തുകൊണ്ടാണ് ഇവിടെ BJPക്ക് തിരിച്ചടി ഉണ്ടായത് എന്നത് വലിയ പരിശോധനാ വിധേയമാവേണ്ടി വരും. കാരണം പാലക്കാടിന്റെ നഗരസഭ ഭരിക്കുന്നത് BJP-യാണ്. പരമ്പരാഗതമായി BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളാണ്. ഒരു കാലത്ത് ഇടതു വലത് കക്ഷികൾക്ക് സ്വാധീനമുള്ള ഇടത്ത് BJP കടന്നു കയറിയതാണ്, തർക്കമില്ല. പക്ഷേ ആ രാഷ്ട്രീയം മാറി ചിന്തിച്ചോ, അതോ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് മാത്രമാണോ പ്രകടമായത്? എന്ത് എന്നത് വലിയ ചർച്ചകൾക്കിട, സ്വാഭാവികമായിട്ടും ചർച്ചകൾക്കിട നൽകും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവിടെ പാലക്കാടിന്റെ മത്സരത്തിൽ അത് UDF-ലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയില്ല എന്നുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയമാണല്ലോ പാലക്കാടുള്ളത്. കാരണം BJP കൂടി ഉള്ളതിനാൽ. പക്ഷേ ഇവിടെ അതും ഒരു ഘടകമായിരിക്കാം. മറ്റൊന്ന് എന്നത് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP-യാണ്. അവിടെ ഒരു ആന്റി ഇൻകംബൻസി അല്ലേ BJP-ക്കെതിരെ നഗരസഭയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ പരിധിയിൽ വരുന്ന ജനങ്ങൾ അങ്ങനെ ഒന്നുകൂടി കണ്ടുകൊണ്ട് അവിടെ ഡബിൾ ആന്റി ഇൻകംബൻസി ആയി, ഒന്ന് സർക്കാരിനെതിരെയും മറ്റൊന്ന് BJP-ക്കെതിരെയും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ UDF-നൊപ്പം എന്ന് ചിന്തിക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ E. ശ്രീധരന് കിട്ടിയ വോട്ടുകൾ അത് ഇത്തവണ സരിൻ പറഞ്ഞു എനിക്ക് കിട്ടും. കാരണം അതൊരു എലൈറ്റ് വോട്ടുകൾ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന് മാത്രം മഹത്വം കണക്കിലെടുത്ത് ചെയ്യുന്നത്. പക്ഷേ അത് BJP-യിലേക്ക് പോയിട്ടുണ്ടാവുകയില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കിട്ടുന്നു. അത് UDF-ൽ നിന്ന് പോയ വോട്ടുകളാണ്. അത് തിരികെ UDF-ലേക്ക് തന്നെ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ LDF-ന്റെ അവസാന കണക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും നിലവിൽ സരിൻ പിടിച്ച വോട്ടുകൾ നോക്കുമ്പോൾ അതെനിക്ക് തോന്നുന്നു 16,000-ലേക്ക് പോലും എത്തില്ല എന്നുള്ളതാണ്. അതായത് പാലക്കാട് നഗരസഭയിൽ 2021 കിട്ടിയ വോട്ടിലേക്ക് പോലും പോവുകയില്ല. അപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പ്രശ്നം അവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഗുണം ചെയ്തിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും, സംശയമില്ല. അതെ മഞ്ജുഷ, മാത്രമല്ല എനിക്ക് തോന്നുന്നു കണ്ണാടി പഞ്ചായത്താണ് ഇടതുപക്ഷം അവരുടെ വോട്ട് ശതമാനം ജയപരാജയങ്ങൾക്കപ്പുറം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കാത്തുവച്ചിരിക്കുന്ന ഒരു ഇടം. കണ്ണാടി പഞ്ചായത്തിൽ ഈ സ്ഥാനാർത്ഥിക്കെതിരായ ഒരു വികാരം പൊതുവിൽ പ്രകടമായെങ്കിൽ അവിടെ സരിന് തിരിച്ചടി ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മണ്ഡലത്തിൽ. അങ്ങനെ പാലക്കാട് നഗരസഭയിൽ BJP മേൽക്കൈ നേടുമ്പോൾ മറ്റിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായ വോട്ടുകളിലൂടെ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണല്ലോ. പക്ഷേ അത് ഈ നഗരസഭയിൽ തന്നെ ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടായെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ട്രെൻഡിന്റെ സൂചനയാണ്. അങ്ങനെ വരുമ്പോൾ ഇതേ വികാരം തന്നെ പഞ്ചായത്തുകളിലും ഉണ്ടാകാം. അവിടെ ഇനി ഇൻ കേസ് LDF-ലേക്കും UDF